രാമ 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 ലോകാഭിരാമ ഭൂമി ബാലശ്രേഷ്ഠ ഭാരതം ശ്രേഷ്ഠ ഭാരതം. നമസ്കാരം. ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇത് ഭഗവാൻ പരമശിവന്റെ നൃത്തസ്ഥലമാണ്. ആരെടോ നീന്തിവിടെ താങ്കളുടെ വാക്കിൽ ലങ്കയുടെ പ്രവാഹം വ്യക്തമാണ്. എങ്കിലും ആ ലങ്കയെ ഞാൻ നിഷ്പ്രയാസം തകർക്കും. വിശ്വകർമാവു നിർമ്മിച്ചിടിനാനല്ലോ. അന്ധകാരത്തിന്റെ മറ നീക്കി ജ്ഞാനത്തിന്റെ പ്രകാശം കൊണ്ടുവരാനും രാമായണം സഹായിക്കുമെന്ന് ഈ വരികൾ വ്യക്തമാക്കുന്നു. ശരണം യാചിച്ചു വരുന്ന ഒരാൾ ശരണവും അഭയവും ലഭിക്കാതെ നശിച്ചു പോയാൽ ശരണം നൽകാത്തവന്റെ സകല പുണ്യങ്ങളും ശരണാർത്ഥിയായി വന്നവന് ലഭിക്കും. ഹേ സമുദ്രമേ, ഇതാ സർവസംഹാരിയായ രാമബാണം നിന്നിലേക്ക് പതിക്കാൻ പോകുന്നു. രാവണന്റെ വീരപരാക്രമങ്ങളും ഗർവും വർണ്ണിക്കുന്ന സന്ദർഭത്തിൽ എന്താ പറ്റേ? എന്താ? ഇനി ദിവാദ മത്സരമാണ്. ദിവാദ മത്സരം നയിക്കാൻ ശ്രീ രാഹുൽ ഈശ്വറിനെ ക്ഷണിക്കുന്നു. സ്വാഗതം സർ. ദിവാദ മത്സരങ്ങളിലേക്ക് ഇരു ടീമുകളെയും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഇരു ടീമുകളെയും പരിചയപ്പെടാം. അമൃതലക്ഷ്മി 9ാം ക്ലാസ് പഠിക്കുന്നു. നിമ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. സ്കൂൾ അമൃത വിദ്യാലയം പുതിയേക്കാവ്. ഓക്കെ. ഹരികൃഷ്ണൻ 9th പഠിക്കുന്നു. ഭാരതീയ വിദ്യാഭവൻ തിരുനാവായ. പ്രണവ് കെയും ഭാരതീയ വിദ്യാഭവൻ തിരുനാവായയിൽ 9th പഠിക്കുന്നു. എന്താ പ്രണവ് നമ്മുടെ ടോപ്പിക്? ആരാണ് ഇവിടെ വാദം വെക്കുന്നത്? ഇവിടെ ഞാൻ അവിശ്വസനീയമാണെന്നാണ് പറയുന്നത്. അവിശ്വസനീയമാണെന്നാണ് പറയുന്നത് അല്ലേ? ഓക്കെ, ശരി, പ്ലീസ്. രാമരാവണ യുദ്ധത്തിൽ ശ്രീരാമ ലക്ഷ്മണന്മാർ ഒഴികെയുള്ള വാനരന്മാരെല്ലാം തന്നെ കല്ലും നഖവും പല്ലും മരവും ഉപയോഗിച്ചാണ് യുദ്ധം ചെയ്തത്. ഇത് അവിശ്വസനീയമാണ്. അതിശക്തരായ രാക്ഷസന്മാരുള്ള സൈന്യമായിരുന്നു രാവണൻ്റേത്. ദേവന്മാരിൽ നിന്നും വരം ലഭിച്ചവരും കൂടിയാണ് അവർ. അതുകൊണ്ട് ഇത്രയ്ക്കും ശക്തമായ ഒരു സൈന്യത്തെ ഒരിക്കലും വാനരന്മാർക്ക് തോൽപ്പിക്കാൻ കഴിയില്ല. ഒരിക്കലുമല്ല. കാരണം വാനരന്മാർ നടത്തിയത് ഒരു ധാർമ്മിക യുദ്ധമായിരുന്നു. ധർമ്മത്തിന്റെ പിൻബലം അവർക്ക് ആ യുദ്ധത്തിൽ തീർച്ചയായും ഉണ്ടായിരുന്നു. മഹാഭാരതത്തിൽ ഗാന്ധാരി പറയുന്നുണ്ട്, യഥോ ധർമ്മസ് തഥോ ജയ. എവിടെയാണ് ധർമ്മം അവിടെയാണ് വിജയം. വാനരന്മാരുടെ പക്ഷത്തായിരുന്നു ഇവിടെ ധർമ്മം. അവർക്ക് വിജയം സുനിശ്ചിതമായിരുന്നു. വാനരന്മാരായി ഇരിക്കുന്നിടത്തോളം കാലം വാനരന്റെ സ്വഭാവമാണ് കാണിക്കുന്നത്. ചാണക്യനീതിയിൽ പറയുന്നുണ്ട്, ആഹാര നിദ്ര ഭയ മൈഥുനം ച സാമാന്യമേതത് പശുഭിർനരാണ ധർമ്മോ ഹി തേഷാം അധികോ വിശേഷ ധർമ്മേണ ഹീന പശുഭി സമാനഃ. അതായത് ആഹാരം, നിദ്ര, ഭയം, മൈഥുനം ഇവ 4 മനുഷ്യനും മൃഗങ്ങൾക്കും സമാനമാണ്. പക്ഷേ ധർമ്മം എന്നത് മനുഷ്യന്മാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് ഒരിക്കലും മൃഗങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല. ധർമ്മത്തിന് വകഭേദമില്ല. അത് ആണോ പെണ്ണോ വാനരനോ എന്നൊരു വകഭേദമില്ല. മഹാഭാരതത്തിൽ ഗാന്ധാരി പതിവ്രതയായ ധർമ്മിഷ്ഠയായിരുന്നു. ധർമ്മ ഏവ ഹതോ ഹത ധർമ്മോ രക്ഷതി രക്ഷിത തസ്മാത് ധർമ്മോ ന ഹന്തവ്യോ നോ ധർമ്മോ ഹതോ ഹതഃ. ധർമ്മത്തെ ഹനിക്കുന്നവനെ ധർമ്മം ഹനിക്കുന്നു, ധർമ്മത്തെ രക്ഷിക്കുന്നവനെ ധർമ്മം രക്ഷിക്കുന്നു. സുഗ്രീവൻ എന്ത് ധർമ്മമാണ് ചെയ്തത്? ഇങ്ങനെ ധർമ്മം എന്ന വാക്ക് എങ്ങനെ വേണമെങ്കിലും ഫ്ലെക്സിബിൾ ആയിട്ട് ദുരുപയോഗം ചെയ്യുകയാണ് നിങ്ങൾ. ശ്രീരാമനോട് സഖ്യം ചെയ്തില്ലേ? അത് തന്നെയല്ലേ ഒരു പരമമായ ധർമ്മം. തുഞ്ചത്തെഴുത്തച്ഛൻ ശ്രീരാമന് പ്രാധാന്യം നൽകി രചിച്ച ഒരു കാവ്യമാണ് അധ്യാത്മരാമായണം. ശ്രീരാമന്റെ പരമഭക്തനുമാണ് തുഞ്ചത്തെഴുത്തച്ഛൻ. അതുകൊണ്ട് ശ്രീരാമനെ എത്രത്തോളം പുകഴ്ത്താമോ വിജയിച്ച ആൾക്ക് ചരിത്രം എഴുതാൻ അവസരം കിട്ടുന്നതുകൊണ്ട് അവരുടെ ഭാഗം അതിവിശദമായി ചെയ്ത് ഞാൻ ഒരു വാക്കുകൂടെ കൂട്ടി പറയുന്നത്, വിഭീഷണൻ ചതിച്ചുകൊണ്ടാണ് രാവണ സൈന്യം തോക്കുന്നത്. വാനര സൈന്യം യുദ്ധത്തിൽ വഹിച്ച പങ്ക് തീർച്ചയായും നിർണായകം തന്നെയാണ്. ദേവന്മാരും അസുരന്മാരും യുദ്ധം ചെയ്യുമ്പോൾ ദേവന്മാർ തന്നെയല്ലേ വിജയിക്കുന്നത്? പ്രമാണശാസ്ത്രം അനുസരിച്ച് ഇത് തെറ്റാണ്. അതായത് പ്രത്യക്ഷത്തിൽ നാം ഒരിക്കലും ദിവ്യാസ്ത്രങ്ങളുടെയും വലിയ ശക്തികളുടെ മുമ്പിൽ കേവലം കല്ലും മണ്ണും മരങ്ങളും വിജയിച്ചതായി നമുക്ക് അറിയില്ല, നാം കണ്ടിട്ടില്ല. അതിലുപരി ഒരു ധാർമ്മിക ശക്തി ഉണ്ടായിരുന്നു ഇവർക്ക്. ധാർമ്മിക ശക്തി വാനരൻ, താങ്കളുടെ കയ്യിൽ എന്താണ് തെളിവ്? ധാർമ്മികത കൊണ്ട് മാത്രം, കേവലം ധാർമ്മിക ശക്തി കൊണ്ട് മാത്രം ഒരു യുദ്ധം ജയിക്കാൻ സാധിക്കുമോ? നമ്മുടെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ നമുക്ക് വ്യക്തമാകും. മഹാത്മാഗാന്ധി നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് എങ്ങനെയാണ്? ഹിംസയുടെ പാദത്തിലല്ല, അഹിംസയുടെ പാദത്തിൽ ധർമ്മത്തിന്റെ പക്ഷത്ത് നിന്നതുകൊണ്ടാണ് വിജയം ലഭിച്ചത്. ഇതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ? ധർമ്മത്തിന് എപ്പോഴും വിജയമുണ്ടെന്ന് താങ്കൾക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. അധർമ്മയാണെന്ന് നാം എല്ലാവരും പറയുന്ന രാവണൻ എത്ര കാലം ഏകാധിപതിയായി വാണു? തോൽക്കേണ്ടി വന്നില്ലേ? മരണം വരിക്കേണ്ടി വന്നില്ലേ? അപ്പോൾ ആത്യന്തിക വിജയം സത്യത്തിനും ധർമ്മത്തിനും ആയിരിക്കും എന്നാണ് പുള്ളി പറയുന്നത്.
എപ്പോഴും ധർമ്മത്തിനല്ല വിജയം എന്നാണ് ഞാൻ എപ്പോഴും പറഞ്ഞത്. ധർമ്മത്തിനാണ്. താങ്കൾ ഉദാഹരണം പറയൂ. ആത്യന്തികമായ അധർമ്മം ജയിച്ചൊരു ഉദാഹരണം പറയും. ഒരിക്കലും വാനരന്മാരുടെ ഭാഗത്ത് ധർമ്മം ഇല്ലെങ്കിൽ അവരെങ്ങനെ ഇത് ജയിച്ചു? ധർമ്മം ഉണ്ടായിരുന്നു സുഹൃത്തേ. ധർമ്മമില്ലായിരുന്നു. ധർമ്മം ഉണ്ടായിരുന്നു. ശ്രീരാമ പക്ഷത്ത് നിൽക്കുന്നു എന്ന് തന്നെ ഒരു വലിയ ധർമ്മമല്ലേ? ഒരിക്കലുമല്ല. താങ്കൾ ആണ് സീതയെ രാവണൻ അപഹരിച്ചതാണ് ഇവിടുത്തെ അധർമ്മം. അതിനെതിരെ നിൽക്കുന്ന ഈ വാനരന്മാരുടെ പക്ഷത്ത് തീർച്ചയായും ധർമ്മം രാവണൻ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് സീതാദേവി അപഹരിക്കുന്നത്? രാവണന്റെ സഹോദരിയായ ശൂർപ്പണഖയെ അപമാനിച്ചത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഒരു ഉത്തമ ജ്യേഷ്ഠൻ ഉദാഹരണം തന്നെയാണ് രാവണൻ ഇവിടെ ചെയ്യുന്നത്. രാവണൻ സഹോദരി അപമാനിച്ചാൽ മറ്റൊരാളുടെ ഭാര്യ അടിച്ചോണ്ട് പോകുന്നതാണ് ധർമ്മം. അല്ല, സ്വന്തം കുടുംബത്തിലെ ഒരു സ്ത്രീക്കുണ്ടായ അപമാനം തന്റെ ശത്രുവിന്റെ കുടുംബത്തിലെ ഒരു സ്ത്രീക്കും ഉണ്ടാവണമെന്ന് രാവണന് നിർബന്ധമുണ്ടായിരുന്നു. അത് ഒരിക്കലും രാവണന്റെ സീതയെ തെറ്റല്ല. ആക്രമിക്കുവാനും തട്ടിക്കൊണ്ടു പോലല്ലോ ചെയ്യുന്നത്. സീതയെ തൊട്ടിട്ടില്ല, സീതയെ തൊടുക പോലും ചെയ്തിട്ടില്ല. അത് ശാപം കഴിച്ചത് കൊണ്ട് മാത്രമാണ്. അത് വേറെ വിഷയം. അത് വേറെ. ഓക്കെ, നന്നായി ഭാവിച്ചു, നന്നായി ആർഗ്യ ചെയ്തു. നമുക്ക് അടുത്ത ആൾക്കാരിലേക്ക് പോകാം. മായാശക്തിയുടെയും ശാരീരിക ബലത്തിന്റെയും പ്രതീകമാണ് രാക്ഷസന്മാർ. അതുമാത്രമല്ല, അവർ രാവണന്റെ അനുയായികളാണ്. രാവണൻ എന്ന് പറയുന്നത് തപോശക്തി കൊണ്ട് ഇന്ദ്രനെ വരെ കീഴടക്കിയവനാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ അനുയായികൾ എന്ന് പറയുമ്പോൾ അവർ എത്ര ബലവാന്മാരാണെന്ന് നമുക്ക് ഊഹിച്ചാൽ അറിയാം. ഇത്രയും ബലവാന്മാരായ രാക്ഷസന്മാരോട് കേവലം പ്രാകൃത രീതികൾ കൊണ്ട് യുദ്ധം ചെയ്ത് വാനരന്മാർ വിജയിച്ചു എന്ന് പറയുന്നത് തീർത്തും അവിശ്വസനീയമാണ്. രാക്ഷസന്മാർക്ക് എത്രമാത്രം ദിവ്യാസ്ത്രങ്ങൾ ഉണ്ടായാലും ബലം ഉണ്ടായാലും അവർ അധർമ്മത്തിന്റെ പാതയിലായിരുന്നു. എപ്പോഴും അധർമ്മത്തിന് മുകളിൽ ധർമ്മം തന്നെ വിജയം സ്ഥാപിക്കുന്നത്. ഇതിന് ഏറ്റവും കൂടുതൽ ഉദാഹരണം നമ്മുടെ ചരിത്രങ്ങളും പുരാണങ്ങളിലും ഉണ്ട്. എങ്ങനെയായാലും ഹനുമാൻ രാമനോട് പറയുന്നുണ്ട്, ലങ്കയിലുള്ള ആയുധ മുറകൾ ദേവലോകത്ത് പോലും കാണാത്ത ആധുനിക യുദ്ധമുറകളാണെന്ന്. ഇത്രയും ആധുനികമായ യുദ്ധമുറകളോട് യുദ്ധം ചെയ്ത് കേവലം പല്ലുനഖവും ഉപയോഗിച്ച് യുദ്ധം ചെയ്ത് വാനരന്മാർ വിജയിച്ചു എന്ന് പറയുന്നത് അവിശ്വസനീയമാണ്. അവര് ശ്രീരാമനോടാണ് സഖ്യം ചെയ്യണം. ശ്രീരാമൻ എപ്പോഴും ധർമ്മത്തിന്റെ പാതയിലൂടെയാണ് നടന്നത്. രാവണനാണെങ്കിൽ അധർമ്മത്തിന്റെ പാതയിലൂടെ. അയാൾ എത്ര സ്ത്രീകളോട് ബന്ധം പുലർത്തി, അയാൾ എത്ര സ്ത്രീകളെ അപമാനിക്കാൻ ശ്രമിച്ചു. ഇത് എത്ര ചെയ്തിട്ടും പിന്നെ അതുകൊണ്ടാണ് അയാൾ ജയിക്കാൻ. അയാൾ അധർമ്മത്തിന്റെ പാതയിലൂടെയാണ് നടന്നത്. താങ്കൾ പറഞ്ഞല്ലോ വാനരന്മാർ ധർമ്മപക്ഷത്തുള്ളവരായിരുന്നു എന്ന്. ഒരിക്കലുമല്ല. കാരണം അവർ മണ്ഡോദരെ ആക്രമിക്കുന്നു, ഒരു സ്ത്രീയെയാണ് അപമാനിക്കുന്നത്. അത് അധർമ്മമാണ്. വാനരന്മാരുടെ മനസ്സിന് ചാബല്യമുള്ളവരാണ്. അതുകൊണ്ട് അവർ ആക്രമിച്ചേക്കാം. അത് അവരുടെ ഓരോ സ്വഭാവങ്ങൾ അനുസരിച്ചിരിക്കും. ഇതേപോലെ കുറച്ച് ചാബല്യം രാവണനും ഉണ്ട്. കുറച്ചല്ല, നന്നായിട്ടുണ്ട്. അപ്പൊ കുറച്ച് ചാബല്യമുള്ള വാനരന്മാർ ഓക്കെയാണ്, കുറച്ച് അധികമുള്ള രാവണനെ എന്തൊക്കെ വന്നാലും ഏറ്റവും കൂടുതൽ തെറ്റ് രാവണന്റെ ഭാഗത്ത് മാത്രമാണ്. അപ്പം അതുകൊണ്ട് അവർ ജയിച്ചില്ല. രാവണന് തെറ്റുണ്ട് എന്ന് പറയുന്ന കാര്യം ന്യായമല്ലേ? രാവണന്റെ അധർമ്മം നമുക്ക് എവിഡന്റ് അല്ലേ, ഓൺ ദി ഫേസ് അല്ലേ? നമ്മുടെ വിഷയം വാനരന്മാർ വിജയിച്ചത് അവിശ്വസനീയമാണോ അതോ അവർ വിജയിച്ചത് കാര്യമായിട്ടുള്ളതാണോ എന്നാണ്. അവർ വിജയിച്ചത് അവിശ്വസനീയമാണ്. കാരണം വാനർ സൈന്യം എന്ന് താങ്കൾ നേരത്തെ പറഞ്ഞുവല്ലോ, അതൊരിക്കലും ഒരു സൈന്യമല്ല. കാരണം സൈന്യം എന്ന് പറയുന്നത് യുദ്ധമുറകളിലും ശാസ്ത്രീയമായി മുൻപന്തിയിൽ നിൽക്കേണ്ടവരാണ്. വാനരം അതുമാത്രമല്ല, സൈന്യം എന്ന് പറയുമ്പോൾ എപ്പോഴും മുൻപോട്ട് മാത്രമേ പോകാവൂ, ഒരിക്കലും തിരിഞ്ഞ് ഭയന്നോടാൻ പാടില്ല. വാനരന്മാർ ആദ്യം ദക്ഷിണപരിധിയിൽ എത്തുമ്പോൾ സമുദ്രം കടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യാൻ കിടക്കുമ്പോഴാണ് സമ്പാദ്യ കാണുന്നത്. അതുമാത്രമല്ല, അതികായൻ രഥം കൊണ്ടുവരുമ്പോൾ അത്രയും ഭയങ്കരമായ രഥം കണ്ട് വാനരന്മാർ തിരിഞ്ഞോടുന്നു. ഇതെല്ലാം അവരുടെ ഭയത്തെയല്ലേ സൂചിപ്പിക്കുന്നത്? വാനരന്മാർ യഥാർത്ഥത്തിൽ ആർമി അല്ല, ഒരു മോബ് മാത്രമാണ്, ഒരു ജനക്കൂട്ടം മാത്രമാണ്. മോബ് മാത്രമാണെങ്കിൽ കൂടി തന്നെ രാമന്റെ ഭാഗത്ത് നിന്നായിരുന്നല്ലോ യുദ്ധം ചെയ്തത്. രാമൻ ആരാണ്? സാക്ഷാൽ ദൈവം. വാൽമീകി രാമായണ പ്രകാരം രാമൻ ദൈവമല്ല, വാൽമീകി സമകാലികമാണ്. രാമൻ ജീവിച്ചിരുന്ന സമയത്തുള്ളതാണ്. അതാവും കൂടുതൽ സത്യസന്ധത പാലിക്കുന്നത്. അത് മാത്രമല്ല, ഉഗ്രം പോയിന്റ് അല്ലേ, ജീവിച്ചിരുന്ന കാലത്ത് പറയുന്ന ആളിലെ കുറച്ചുകൂടെ ക്രെഡിബിലിറ്റി ഉണ്ടാകുക. എന്നാ പിന്നെ വാൽമീകി രാമായണം എന്തെങ്കിലും തെളിവുണ്ടോ? ആരെങ്കിലും കണ്ടോ അയാൾ എഴുതുന്നത്? സകല ഭാരതീയ ജനങ്ങളും വിശ്വസിക്കുന്നത് അല്പബുദ്ധിയാണ് ഇത് പറയിക്കുന്നത്. താങ്കൾക്ക് അല്പബുദ്ധിയാണെന്ന് തെളിയിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്നോ? ഒരു കാര്യം കൂടി, ഇന്ത്യക്ക് ഏത് വർഷം സ്വാതന്ത്ര്യം കിട്ടിയത്? 1947. താങ്കൾ കണ്ടിരുന്നത്? എത്ര പേര് കണ്ടോ? ഇല്ല, അതുകൊണ്ട് സ്വാതന്ത്ര്യം കിട്ടില്ലെന്ന് പറയാൻ പറ്റുമോ? കിട്ടിയോ? കിട്ടിയില്ലെന്ന് പറയാൻ പറ്റുമോ? പിന്നെന്തുവാ? പിന്നെ നമ്മൾ ആരും കണ്ടില്ലല്ലോ, നമ്മൾ വിശ്വസിക്കുന്നില്ലേ? യുദ്ധത്തിൽ പങ്കെടുത്ത ആൾക്കാർ ജീവിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതേപോലെ രാമായണത്തിൽ എന്ത് തെളിവുണ്ട്? വാൽമീകി രാമായണം ഒരാളും എഴുതുന്നത് കണ്ട് തനി ബുക്കായി അല്ല നമുക്ക് ലഭിച്ചത്. അത് എഴുത്തോലയിലാണ് എഴുതിയിരുന്നത്. അത് പുരാവസ്തു നിരീക്ഷകരും ശാസ്ത്രജ്ഞന്മാരും കണ്ടുപിടിച്ചതാണ്. അത് തെളിയിക്കപ്പെട്ടതാണ്. നമ്മുടെ വിഷയം വാൽമീകി രാമായണം രചിച്ചത് കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നല്ല, വാനരന്മാർ വിജയിച്ചത് അവിശ്വസനീയമാണോ എന്നാണ്. ഞാനല്ല വിഷയത്തിൽ നിന്ന് വഴിമാറിയത്. ഞാൻ പറഞ്ഞ പോയിന്റിൽ താങ്കളാണ് പിടിച്ചു കയറി വേറെ വഴിക്ക് പോകുന്നത്. ഞാൻ പറഞ്ഞു രാമന്റെ കാര്യത്തെ പറ്റി. താങ്കൾ അപ്പോ തന്നെ പറയുമായിരുന്നു വിഷയത്തിൽ നിന്ന് വ്യതിചരിക്കുന്നു എന്ന്. ഇപ്പൊ അതല്ല വിഷയം.
നിങ്ങൾ പേഴ്സണലാവണ്ട, നമുക്ക് ആശയത്തിലേക്ക് വരാം. ശരി, അല്ല അപ്പൊ അവസാനം രണ്ട് ആർഗ്യുമെന്റ്സ് കൂടെ. അപ്പൊ ഇദ്ദേഹം പറയുന്ന അവിശ്വസനീയമാണ്. അല്ല, ഒരിക്കലും അല്ല. കാരണം വാനരന്മാരുടെ മനസാന്നിധ്യം രാമൻ ജീവിച്ചിരുന്നു തങ്ങൾക്ക് വിശ്വാസമില്ല, വാൽമീകി എഴുതിയെന്ന് വിശ്വാസമില്ല, 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വിശ്വാസമില്ല. പക്ഷേ വാനരന്മാർ ജയിച്ച കാര്യം വിശ്വസിക്കുകയാണ്. അതെങ്ങനെയാണ്? വാനരന്മാർ ജയിച്ചു എന്ന് വിശ്വസിക്കുന്നുണ്ടോ? കാരണം അവരുടെ ദൃഢമായ മനസാന്നിധ്യം കൊണ്ടാണ് അവർ ജയിച്ചത്, അല്ലാതെ അതിന് ആയുധങ്ങളും ഒന്നും വേണ്ടായിരുന്നു. ശ്രീരാമന്റെ കാര്യം നോക്കൂ. ദേവന്മാരിൽ നിന്ന് അനുകൂല്യങ്ങൾ ലഭിച്ചവനാണ് ശ്രീരാമൻ. ഇന്ദ്രൻ രഥം അയച്ചു കൊടുക്കുന്നു. അത് മാത്രമല്ല, അഗസ്ത്യൻ ആദിത്യ ഹൃദയ മന്ത്രം ഉപദേശിച്ചു കൊടുക്കുന്നു. ഇത്രയും ആനുകൂല്യങ്ങൾ ലഭിച്ച ശ്രീരാമന് തന്റെ സൈന്യത്തെ ശരിക്കും ആവശ്യം തന്നെയില്ല. വാനര സൈന്യം എന്ന് പറയുന്നത് കാര്യമായ സംഭാവന ചെയ്യുന്നത് രാവണന്റെ ഹോമം മുടക്കലും. അവൻ ജയിച്ചത് വാനരന്മാരല്ല, ശ്രീരാമനാണ്. ശ്രീരാമനും ലക്ഷ്മണനും ജ്ഞാനവും യുദ്ധപാഠവും കൊണ്ട് രാക്ഷസന്മാരെ വധിക്കുന്നു. അപ്പോൾ ബാക്കി പ്രമുഖർ പിന്മാറുന്നു. അവിടെ വിജയം രാമൻ ലക്ഷ്മണനുമാണ്, വാനര സൈന്യത്തിനല്ല. വാനര സൈന്യം അത് സ്വന്തം വിജയമാക്കി മാറ്റുകയായിരുന്നു. ശരി, അവസാനം രാമൻ ജയിക്കുമ്പോൾ രാമന്റെ കൂടെ നിന്നവരും ജയിച്ച പോലെ പ്രതീതിയാണ് ഉണ്ടാവുന്നത്, അല്ലാതെ അതിന് വേറൊരാൾ ജയിച്ചൊരു പ്രതീതി ഉണ്ടാക്കി. അതെ, അതാണ് പറഞ്ഞത് അവിശ്വസനീയമാണ്, വാനര സൈന്യത്തിന് ബലമില്ല എന്ന്. ബലമുണ്ട്, അവർ എണ്ണത്തിലും കൂടുതലായിരുന്നു രാക്ഷസന്മാരെക്കാൾ. എണ്ണത്തിലല്ല കാര്യം, അവരുടെ ശക്തിയിലാണ്. രാക്ഷസന്മാരുടെ ഒന്നുമില്ല. രാക്ഷസന്മാരുടെ അവരാരെ ജയിച്ചത്? ഇത്ര ശക്തി ഉണ്ട് ആരെ ജയിച്ചത്? അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. വാനരന്മാർ വിജയിച്ചത് അവിശ്വസനീയമാണ്. കാരണം രാക്ഷസന്മാരുടെ ജയിച്ചില്ലേ അവര്? അല്ല, അവർ ജയിച്ചു എന്ന വിഷയത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് വിജയിച്ചത് അവിശ്വസനീയമാണ് എന്നാണ് ഞാൻ വാദിക്കുന്നത്. ഓക്കെ, ശരി. രണ്ട് ടീം നന്നായി പെർഫോം ചെയ്തു. പ്ലീസ്. ആശയങ്ങൾ കേട്ടിട്ട് യുവജനത വഴിതെറ്റണ്ട. ഇത് വെറും ഒരു വിവാദത്തിന് വേണ്ടി മാത്രമുള്ള ഒരു ഇതാണ്. അപ്പോൾ ആരെയും മോശമായിട്ട്, നമ്മുടെ മനസ്സിലുള്ള ബിംബങ്ങൾ നമ്മൾ മോശമായിട്ട് ചിത്രീകരിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് വിഷമമുണ്ടാവും. ഏതായാലും നല്ല ലൈവ്ലി ആയിരുന്നു, വളരെ ഭംഗിയായിരുന്നു. പറയാൻ വഴി ആരാണ് ജയിച്ചതെന്നുള്ളത് നമുക്ക് പറയാം. ഇയാൾ 3 പോയിന്റ് പറഞ്ഞല്ലോ ഇല്ലേ? പ്രത്യക്ഷം പ്രമാണം, അനുമാനം പ്രമാണം, ആപ്തവാക്യം പ്രമാണം. വേറൊരെണ്ണം കൂടി ഉണ്ടല്ലോ, തസ്മാത് ശാസ്ത്രം പ്രമാണമിത്യുച്യതേ. അതുകൂടി പറയണം. അതാണ് ഒന്നാമത്. നല്ലതാണ്. സാധാരണ അങ്ങനെ ഒരാളും പറഞ്ഞ് കേട്ടിട്ടില്ല. എന്തൊക്കെയാ നിങ്ങളുടെ ഇതൊക്കെ പറയുന്നത് കേൾക്കാൻ സാധിക്കുന്നത് പുണ്യമോ? ഞാൻ എൻ്റെ ഹാർട്ടിൽ നിന്ന് പറയുക. ആര് ജയിച്ചു തോറ്റു, ദീസ് ആർ ഓൾ ഇമ്മെറ്റീരിയൽ. പക്ഷേ ദ വേ യു ആർ പ്രസന്റിംഗ് ഈസ് സംതിങ് സൂപ്പർ വിച്ച് കനോട്ട് ബി കമ്പയർഡ് അറ്റ് ഓൾ. സംതിങ് മാർവലസ്. ഗ്രേറ്റ്. സൂപ്പർ. അമൃത വിദ്യാലയം 8, ഭാരതീയ വിദ്യാഭവൻ തിരുനാവായ 9. ഇവിടെ ഈ ഒരു മാർക്കായിട്ട് എടുക്കരുത് മക്കളെ എന്ന് മാത്രം പറയാം. ഇത് ഒബ്സർവേഷൻ ഫാക്റ്റിൽ വെച്ചുകൊണ്ട് അമൃത വിദ്യാലയ 8, ഭാരതീയ വിദ്യാഭവൻ 9. രണ്ട് ടീം നന്നായി പറഞ്ഞു. നമ്മൾ ആർഗ്യൂ ചെയ്യുമ്പോൾ നിങ്ങൾ ശരിക്കും ഒരു അക്കാഡമിക് ലെവലിലാണ് ചെയ്തത്, നന്നായിട്ട് സൈറ്റ് ചെയ്തു. അതുകൊണ്ട് തൽക്കാലം നിങ്ങളെ ഇപ്പോൾ ഞാൻ ഡിസ്റ്റിങ്ഷൻ പറയുന്നില്ല. രണ്ട് ടീമിനും, അമൃത വിദ്യാലയത്തിനും 8, ഭാരതീയ വിദ്യാഭവനും 8. അമൃത വിദ്യാലയത്തിന് 24 മാർക്ക്, ഭാരതീയ വിദ്യാഭവന് 26 മാർക്ക്. അമൃത വിദ്യാലയൻ പുതിയ കാവിന് 128 മാർക്ക്. ഭാരതീയ വിദ്യാഭവന് 132 മാർക്ക്. ഇതിന്റെ വെളിച്ചത്തിൽ, ഈ മാർക്കുകളുടെ അടിസ്ഥാനത്തിൽ അമൃത വിദ്യാലയം പുതിയ കാവാണ് നമ്മളെ ഈ ഷോയിൽ നിന്ന് വിട്ടുപിരിയുന്നത്. അടുത്ത റൗണ്ടിലേക്ക് പോകുന്നത് ഭാരതീയ വിദ്യാഭവൻ. പിരിഞ്ഞു പോകുന്ന ടീമുകൾക്ക് സർട്ടിഫിക്കറ്റും മൊമെന്റോയും നൽകാൻ കാവാലം ശ്രീകുമാർ സാറിനെ, ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബെസ്റ്റ് പെർഫോമർ അമൃത വിദ്യാലയം പുതിയ കാവിൽ നിന്നാണ് ഹനുമാന്റെ വേഷം ചെയ്ത ഗൗരി സുഭാഷ്. ദ്വിവാദ മത്സരത്തിലെ രണ്ടാം ടീമുകളെ നമുക്ക് ക്ഷണിക്കാം. പ്ലീസ്. നമുക്ക് ടീമുകളെ പരിചയപ്പെടാം. എൻ്റെ പേര് മാളവിക, 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു, അമൃത വിദ്യാലയം ചെറുതുരുത്തി. എൻ്റെ പേര് ആർദ്ര, 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്.
അമൃത വിദ്യാലയം ചെറുതുരുത്തി. എൻ്റെ പേര് ആദിത്യ. ഞാൻ ചിന്മയ വിദ്യാലയ കാട്ടാക്കടയിൽ 9ാം ക്ലാസ്സിൽ പഠിക്കും. എൻ്റെ പേര് ത്രിവണേശ്വർ. ഞാൻ ക്ലാസ് +1 ചിന്മയ വിദ്യാലയ കാട്ടാക്കടയിൽ പഠിക്കുന്നു. എന്താ ടോപ്പിക്? സംസർഗം തന്നെയാണ് ഒരാളുടെ സ്വഭാവം നിർണ്ണയിക്കുന്നത്. ഇതിന് ഉത്തമ ഉദാഹരണം രാവണനും വൈശ്രവണനും തന്നെയാണ്. രാവണൻ തിന്മയുടെ പ്രതീകമായത് രാക്ഷസന്മാരുടെ ഇടയിൽ വളർന്നതുകൊണ്ടാണ്. വൈശ്രവണൻ ജീവിച്ച സാഹചര്യം നല്ലതായിരുന്നു. അതുകൊണ്ടാണ് വൈശ്രവണനും നല്ല സ്വഭാവക്കാരനായത്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ അപ്പോൾ എന്താണോ കിട്ടുന്നത്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ മനസ്സ് എന്താ പറയുക, ഒരു ബ്ലാക്ക് ബോർഡ് പോലെയാണ്. അതിൽ എന്തെഴുതുന്നോ അത് തന്നെയാണ് ആ കുട്ടികൾ മുതിർന്നു വരുമ്പോഴും കാണിക്കുന്നത്. രാക്ഷസന്മാരുമായി ചുറ്റപ്പെട്ട വിഭീഷണൻ എന്തുകൊണ്ട് രാക്ഷസീയ സ്വഭാവമുള്ളവനായി മാറി? താങ്കളെ തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യില്ലേ? എല്ലാവരും ബ്ലാക്ക് ബോർഡ് പോലെ ആണെങ്കിൽ പിന്നെ സംസർഗം കൊണ്ട് മാത്രമല്ലേ ഒരാളുണ്ടാവുന്നു. സോ എങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ രാവണൻ ജനിക്കുന്ന സമയമാണെങ്കിൽ കൈകസി മുനിയോട് സന്ധ്യാസമയത്ത് പുത്രലബ്ധി ആഗ്രഹിക്കുമ്പോൾ മുനി പറയുന്നുണ്ട്, സന്ധ്യാസമയത്ത് ജനിക്കുന്ന കുട്ടികൾ ദുഷ്ടന്മാരായി തീരും. അപ്പോൾ കൈകസി തിരിച്ചു പറയുകയാണ്, താങ്കളുടെ മക്കൾ ദുഷ്ടരായി തീരുകയോ? അപ്പോൾ അതിന് ഒരു പരിഹാരമായിട്ടാണ് അദ്ദേഹം മറുപടി പറയുന്നത്, തീർച്ചയായും സന്ധ്യാസമയത്ത് ജനിക്കുന്ന കുട്ടികൾ ദുഷ്ടന്മാരായി തന്നെ വരും. എന്നാൽ അതിന് പകരമായി നിന്റെ അന്തിമ പുത്രൻ നല്ലവനായി ദൈവിക ചിന്തയുള്ളവനായി വരും. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അവസാന പുത്രനായ വിഭീഷണൻ ദൈവിക ചിന്തയോടെയുമാണ്. അതായത് ഒരു ഇൻബിൽറ്റ് ആയിട്ട് അനുഗ്രഹം വിഭീഷണൻ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. ഓക്കേ, ഫൈൻ. പക്ഷേ ഒരു ആശ്രമ പരിസരത്ത് ജീവിക്കുന്ന വന്യമൃഗങ്ങൾ അവർ ജന്മനാൽ ശത്രുക്കളായിരിക്കാം. പക്ഷെ ആ ആശ്രമത്തിൻ്റെ തേജസ്സുള്ള സംസർഗം കാരണം അവർ ശത്രുത മറന്ന് പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും ജീവിക്കുന്നു. അങ്ങനെ കണ്ടിട്ടുണ്ടോ? ആശ്രമത്തിന്റെ അടുത്തുള്ള പുലി വെജിറ്റേറിയൻ ആവും. ഇതിലേക്ക് ഒരു 2 വരി ആഡ് ചെയ്യാം ആ ചോദ്യത്തിന് മാത്രം. പ്ലീസ് നിങ്ങൾ എടുക്കരുത്. ഞാൻ പറയുന്നത് തായ്ലാൻഡിലെ 5 സ്ഥലത്ത് ബുദ്ധമതക്കാരുടെ വിഹാരത്തിൽ 30-37 പുലികളുണ്ട്. അതിൻ്റെ പുറത്താണ് ഇവർ പലരും കിടക്കുന്നത്. ഒരു തരത്തിലും കൺട്രോളിലെ ഒന്നിലെ പ്യൂർ വെജിറ്റേറിയൻ ആണ്. ജസ്റ്റ് എങ്കിൽ അതായത് ഇതെല്ലാം എൻവയോൺമെന്റും സർക്കംസ്റ്റാൻസും ജീവിത സാഹചര്യങ്ങളും പഠനങ്ങളും അവരെ പഠിപ്പിച്ചതും അങ്ങനെ ഒരു ഇൻഡോക്ട്രിനേഷൻ കൊണ്ടാണ് അങ്ങനെ ആകുന്നത്. എങ്കിൽ നമുക്ക് മഹാഭാരതത്തിലേക്കൊന്ന് പോകാം. കർണൻ കുന്തിയുടെയും സൂര്യദേവന്റെയും പുത്രനായി ജനിക്കുന്നു. എന്നിട്ട് എപ്പോൾ സൂത കുടുംബത്തിലാണ് കർണൻ എത്തിച്ചേരുന്നത്. എന്നാൽ സൂതന്റെ സ്വഭാവമല്ല, മറിച്ച് ക്ഷത്രിയന്റെ സ്വഭാവമാണ് കർണൻ അവിടെ കാണിക്കുന്നത്. യുദ്ധത്തിൽ എന്നെ പറയാൻ അനുവദിക്കൂ. അപ്പോൾ ക്ഷത്രിയന്റെ സ്വഭാവം കാണിക്കുന്ന കർണൻ തീർച്ചയായും ആ വംശത്തിന്റെ പിന്തുടർച്ചക്കാരൻ കൗരവരുടെ കൂടെ നിന്ന് പാണ്ഡവർക്കെതിരെ യുദ്ധം ചെയ്തെങ്കിൽ പോലും തൻ്റെ അതായത് താൻ ജനിച്ചത് ഒരു ക്ഷത്രിയ സ്ത്രീക്കും ബ്രഹ്മാംശത്തിനുമാണ്. അപ്പോൾ ആ പാരമ്പര്യം അവിടെ കർണൻ നിലനിർത്തുന്നുണ്ട്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ജന്മഫലം തന്നെയാണ് ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ. കുറുക്കന്മാരുടെ ഇടയിൽപ്പെട്ട സിംഹം കുറച്ചു കാലം കഴിയുമ്പോൾ താൻ സിംഹമാണെന്ന് തിരിച്ചറിഞ്ഞ് റോർ ചെയ്യുന്നത് പോലെ തന്റെ ജന്മസിദ്ധമായ എബിലിറ്റീസ്, നാച്ചുറൽ എബിലിറ്റീസ് തിരിച്ചറിയും. മാതാപിതാക്കൾ എല്ലാവരും തൻ്റെ കുട്ടികളോട് പറയുന്നുണ്ട് ചീത്ത കൂട്ടുകെട്ട് പാടില്ല, നല്ല കൂട്ടുകെട്ട് വേണമെന്ന്. അപ്പോൾ അവരൊരിക്കലും തൻ്റെ മക്കളെ വഴിതെറ്റിക്കാൻ പറയില്ലല്ലോ. അപ്പോൾ അതിലെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവില്ലേ? അതും സംസർഗം കൊണ്ട് സ്വഭാവം മാറും എന്നതിന് ഉത്തമ ഉദാഹരണമല്ലേ? സാഹചര്യം അല്ലെങ്കിൽ സംസർഗം തീരുമാനിക്കും ഒരു മനുഷ്യൻ ആരായി തീരണമെന്ന്. അതിനുള്ള വലിയ ഉദാഹരണമാണ് വിഭീഷണനും രാവണനും. രാവണൻ്റെ സാഹചര്യം എന്ന് പറയുന്നത്, രാവണൻ്റെ മാതാവ് കൈകസി രാവണനെ പ്രേരിപ്പിക്കുന്നു രാക്ഷസീയമായ ഒരു ഗണത്തിൽപ്പെടാനും. അത് മാത്രമല്ല രാക്ഷസീയമായ ചിന്തകൾ രാവണിൽ ഏർപ്പെടുത്തുന്നു. പക്ഷേ വിഭീഷണൻ അങ്ങനെ ആയിരുന്നില്ല. വിഭീഷണൻ ലഭിച്ചിരുന്നത് വെറും നല്ല ചിന്തകൾ മാത്രമായിരുന്നു. വിഭീഷണനും ജനിച്ചു വളർന്നത് രാക്ഷസന്മാരുടെ ഇടയിൽ തന്നെയാണ്. വിഭീഷണൻ ജനിച്ചു വളർന്ന രാക്ഷസന്മാരുടെ ഇടയിലാണ്. വിഭീഷണൻ എന്തുകൊണ്ട് അങ്ങനെ ആയില്ല? നിങ്ങളുടെ ഉദാഹരണം തന്നെ തെറ്റല്ലേ? ആദ്യം വിഭീഷണൻ നല്ലവനായിരുന്നു. ഇല്ലെന്ന് ഇവിടെ ഒരുത്തർക്കും പറയാൻ കഴിയില്ല. ആദ്യം വിഭീഷണൻ നല്ലവനായിരുന്നു. പിന്നെ വേറൊരു സാഹചര്യം, അതായത് സഹോദരനോടുള്ള സ്നേഹം എന്ന് പറയുന്ന സാഹചര്യം വിഭീഷണനെ പിന്നെയും ഒരു രാക്ഷസീയമായ ചിന്ത വിഭീഷണനിൽ ഏർപ്പെടുത്തി. ഒരാളുടെ സ്വഭാവം നിർണ്ണയിക്കുന്നത് തീർച്ചയായും അയാളുടെ ജന്മമാണ്. അയാൾ എങ്ങനെ ജനിക്കണം, എപ്പോൾ ജനിക്കണം, അയാളുടെ സ്വഭാവം എന്തായിരിക്കണം എന്നെല്ലാം തീരുമാനിക്കുന്നത് അയാളുടെ പൂർവാർജിത കർമ്മഫലങ്ങളാണ്, അല്ലാതെ സംസർഗമല്ല. ഇപ്പോൾ രാവണൻ്റെ കാര്യം തന്നെ എടുത്താൽ, രാവണൻ മുൻജന്മത്തിൽ ജയവിജയന്മാർ എന്ന് പറയുന്ന വൈകുണ്ഠത്തിലെ കാവൽക്കാരായിരുന്നു. അവർക്ക് സനകാദി മുനിമാരിൽ നിന്ന് ശാപം കിട്ടിയിട്ടാണ്
രാവണൻ ദുഷ്ടനായി ജനിക്കുന്നത്. രാവണൻ തീരുമാനിച്ചതാണ് ദുഷ്ടനായി ജനിക്കാനും. അപ്പോൾ അത് തീർച്ചയായും പൂർവ്വജന്മ കർമ്മങ്ങളാണെങ്കിൽ ഈ ജന്മത്തിൽ എന്ത് തെറ്റിയിട്ടും കഴിഞ്ഞ ജന്മത്തിലെ ജന്മകർമാർജിതമായി എനിക്ക് വന്ന കാര്യങ്ങളാണെന്ന് പറഞ്ഞ് ന്യായീകരിക്കാമല്ലോ. അതാണ് പൂർവ്വജന്മത്തിലെ സാഹചര്യമായിരിക്കാം ചിലപ്പോൾ ഇതിന് കാരണമായത്. അപ്പോൾ അവിടെ സാഹചര്യമല്ലേ താൻ ആരെന്നുള്ളത് തീരുമാനിക്കുന്നത്. പൂർവ്വജന്മത്തിലെ സാഹചര്യങ്ങൾ അടുത്ത ജന്മത്തിൽ അതേ സ്വഭാവമാണ് ലഭിക്കുന്നത് എങ്കിൽ അത് തീർച്ചയായും ജന്മഫലമല്ലേ. അപ്പൊ ഈ സാഹചര്യം മാത്രമാണ് അല്ലെങ്കിൽ മഹാത്മാഗാന്ധിക്കൊപ്പം 10-50 പേരും ഹരിചന്ദ്രൻ നാടകം കണ്ടല്ലോ. ഈ സാഹചര്യം ഒന്ന് തന്നെയാണല്ലോ. ആ 50 പേരിലും 50 വ്യത്യസ്ത റിയാക്ഷനല്ലേ ഉണ്ടായത്. 50 പേരും ഒരേ സാഹചര്യത്തിൽ കൂടിയാണ് മുന്നേറി എന്നുള്ളതിന് രാഹുൽ ഈശ്വർ സാറിന് ഒരേ നാടകമല്ലേ അവർ കണ്ടത്. ഒരേ നാടകം കണ്ട ആ ഒരു സാഹചര്യം ഒന്നാണ്. പക്ഷെ അതിന് മുമ്പ് അവരുടെ ജീവിതത്തിലുണ്ടായ സാഹചര്യങ്ങൾ എന്താണെന്നുള്ളതിനുള്ള തെളിവ് നിങ്ങൾക്കുണ്ട്. ലൈഫ് ഈസ് എ സീരീസ് ആൻഡ് കൾമിനേഷൻ ഓഫ് മെനി എക്സ്പീരിയൻസസ് ആൻഡ് ഇൻസ്റ്റൻസസ്. സംസർഗം കൊണ്ട് ഒരാളിൽ മാറ്റം വരുമെങ്കിൽ അത് എന്തുകൊണ്ട് വിഭീഷണന് സംഭവിച്ചില്ല? പിന്നെ പ്രഹ്ലാദൻ എന്ന് പറയുന്ന ഹിരണ്യകശിപുവിന്റെ പ്രഹ്ലാദൻ ഹിരണ്യകശിപു അസുരകുലത്തിലാണ് വന്നത്. ഒരു പക്ഷേ രാവണനേക്കാൾ മോശം എന്ന് പറയാൻ കഴിയെങ്കിൽ അങ്ങനെ ഒരാളാണ് ഹിരണ്യകശിപു. ഹിരണ്യാക്ഷൻ അവരുടെ കുടുംബം അത്രയും മോശം സാഹചര്യത്തിലും പ്രഹ്ലാദൻ നല്ലവനും ധർമ്മിഷ്ഠനും വിഷ്ണുഭക്തനുമായി മാറിയില്ലേ? പ്രഹ്ലാദൻ എന്ന് പറയുന്നത് തൻ്റെ സാഹചര്യം എന്താണ്, തൻ്റെ മനസ്സിൽ താൻ വിചാരിച്ചത് അല്ലെങ്കിൽ തൻ്റെ ഉള്ളിലുള്ള സാഹചര്യം എന്ന് പറയുന്നത് നാരായണൻ മാത്രമായിരുന്നു. തൻ്റെ സാഹചര്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ തൻ്റെ സംസർഗം എന്ന് പറയുന്നത് നാരായണൻ ഉണ്ടായത് ഉള്ളിന്റെ ഉള്ളല്ലേ നാരായണൻ ഉണ്ടായത്. അപ്പൊ സാഹചര്യങ്ങൾ ആസുരികമാണെങ്കിലും ഉള്ളിലെ നാരായണനെ സൂക്ഷിക്കാൻ പ്രഹ്ലാദന് കഴിയില്ല. അല്ല പ്രഹ്ലാദൻ ഈ ഒരു നരഭൂജ ആ ഒരു രാജാവിനെ വധിക്കുവാനായുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കൽ മാത്രമാണ് പ്രഹ്ലാദൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രഹ്ലാദന്റെ ജനനം തന്നെ പ്രഹ്ലാദന്റെ ദൈവചിന്ത പ്രഹ്ലാദനുള്ളിൽ ഉണ്ടാകാൻ യാതൊരു സാഹചര്യവും ഇല്ലാതിരുന്നിട്ടും ദൈവചിന്ത ഉണ്ടായത് ജന്മസിദ്ധമായി ദൈവചിന്ത വന്നു എന്നുള്ള തെളിവല്ലേ? ഒരിക്കലും അല്ല. അത് ഒരിക്കലും അതിനുള്ള ഒരു തെളിവായി ഞാൻ കാണുന്നില്ല. കാരണം സാഹചര്യമാണ് ഒരുവൻ ആരാണെന്ന് തീരുമാനിക്കുന്നത്. നമ്മുടെ ഭാരതീയ പാരമ്പര്യം അനുസരിച്ച് തന്നെ ഓരോ ആത്മാവും ജനിക്കുന്നത് മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയാണ്. ശരി, ഓക്കെ ടോപ്പിക് ഒക്കെ നല്ലതാ. ഇതൊക്കെ പറയുമ്പോൾ എതിരാളിയെ പിടിക്കണം. രണ്ടുപേരും ഏതെങ്കിലും ഓരോ എക്സാമ്പിൾ എടുത്ത് പറയുകയാണെങ്കിൽ നന്നായിരുന്നു. ഓക്കെ, പ്ലീസ് ഹ്യൂജ് റൗണ്ട് ഓഫ് അപ്ലോസ്. നന്നായിട്ട് നിങ്ങൾ പെർഫോം ചെയ്യും. എനിക്ക് ഈ വിവാദമൊക്കെ ഇങ്ങനെ അടിച്ച് പൊലുക്കി എന്താ പറയാൻ സാധിക്കും എന്നുള്ളത് നമുക്കിങ്ങനെ നേരിട്ട് അനുഭവിച്ചാലേ പറ്റുള്ളൂ. ഇങ്ങനെ ആർഗ്യുമെൻ്റ്, വിവാദം എന്നൊരു സംഭവം ഒരു പക്ഷേ ഭാരതത്തിൻ്റെ TV ചരിത്രത്തിൽ സംവാദമൊക്കെ ഉണ്ടാവും. ഇങ്ങനെ ഒരു വിവാദം ഭാരതത്തിൻ്റെ TV ചരിത്രത്തിൽ എനിക്ക് തോന്നുന്നു അമൃത TVയുടെ മാത്രം സംഭാവനയായിരിക്കും, ഉറപ്പാണ്. മാർക്കും കൂടെ രണ്ടുപേരും തുല്യത്തിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ 8 മാർക്ക് വീതം. രണ്ടുപേരും മികച്ചതായിരുന്നു. ആർഗ്യുമെന്റ്സിൽ 4 പേരും ഒരേ ഇതിലാണ് നമുക്ക് നമ്മുടെ ഒരു മനസ്സിൽ തോന്നുന്നത്. അതുകൊണ്ട് 8 ഈച്ച്. രണ്ടുപേരും നിങ്ങൾ നന്നായി ആർഗ്യൂ ചെയ്തു. ഒരുപക്ഷെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും ഈ ഡിബേറ്റ് ആണ് ഫിലോസഫിയിൽ കഴിഞ്ഞ ഒരു 500 years ആയിട്ട് ഏറ്റവും സ്ട്രോങ് ആയി നിൽക്കുന്ന ഡിബേറ്റ്. എക്സെപ്ഷണലി നിങ്ങൾ ആർഗ്യൂ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഒരു കോളേജ് ലെവലിലുള്ള സ്റ്റുഡൻസിനെ കാൾ മികച്ച രീതിയിൽ ആർഗ്യൂ ചെയ്തു. 2 ടീമിനും 8 മാർക്ക്. 2 ടീമുകൾക്കും അമൃത വിദ്യാലയത്തിനും ചിന്മയ വിദ്യാലയത്തിനും 24 മാർക്ക്. ടോട്ടലി അമൃത വിദ്യാലയം ചെറുതുരുത്തി 124 മാർക്ക്. ചിന്മയ വിദ്യാലയം കാട്ടാക്കട 126 മാർക്ക്. ബേസ്ഡ് ഓൺ ദിസ് അമൃത വിദ്യാലയമാണ് നമ്മളോട് ബൈ പറയുന്നത്. 2 മാർക്കിന്റെ ഏറ്റവും തിനസ്റ്റ് ഓഫ് ലീഡിൽ ചിന്മയ വിദ്യാലയമാണ് അടുത്ത റൗണ്ടിലേക്ക് പോകുന്നത്. പിരിഞ്ഞു പോകുന്ന ടീമുകൾക്ക് സർട്ടിഫിക്കറ്റും മൊമെന്റോയും നൽകാൻ കാവാലം ശ്രീകുമാർ സാറിനെ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കേരളത്തിൽ മാത്രമല്ല ലോക മലയാളികളിൽ തന്നെ ശ്രേഷ്ഠ ഭാരതം വലിയൊരു അക്സെപ്റ്റൻസ് ആണ് നേടിയിരിക്കുന്നത്. ഈ കുട്ടികളെല്ലാം നാളെ നമ്മുടെ ഭാവി വാഗ്ദാനങ്ങളായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ശ്രേഷ്ഠ ഭാരതത്തിന്റെ മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും